ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ദൃഢം എന്നുള്ള ഒരു മൂവിയുടെ ക്ലൈമാക്സിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അത് കൂടുതലായിട്ടൊന്നുമില്ല. ആ ഒരു ക്ലൈമാക്സ്, അത് അവിടെ വരുന്ന കുറേ സീനുകൾ, അമ്മാതിരി കാര്യങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങട്ടെ, ഈ ഒരു പടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് വളരെ ട്വിസ്റ്റ് നിറയ്ക്കാനായിട്ട് ശ്രമിച്ച ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ SI ആയിട്ട് നമ്മുടെ ഷെയ്ൻ നിഗം വരുന്നു. വളരെ നല്ലവനായിട്ടുള്ള കഥാപാത്രമാണ് ഷെയ്ൻ നിഗത്തിൻ്റെ കഥാപാത്രം. ഇതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട്. ഇവരുടെ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്, പോലീസുകാർ വേറെ. അപ്പോൾ ഈ ഒരു ക്ലൈമാക്സിൽ സംഭവിക്കുന്നത് എന്താ, ഈ ഒരു പോലീസുകാരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഷെയ്ൻ നിഗത്തിനെതിരായിട്ട് തിരിയുകയാണ്. അതിനകത്ത് ഈ യഥാർത്ഥ വില്ലന്മാരാരാണ്? പോലീസുകാർ തന്നെയാണ്. ഈ ഒരു നല്ലവനായിട്ടുള്ള ഷെയ്ൻ നിഗത്തിൻ്റെ കഥാപാത്രത്തിനെ പോലും കൊടുക്കാൻ ആയിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഒരു സെറ്റപ്പിലേക്ക് സംഗതി ടെസ്റ്റ് മാറുവാണ്. ഇതിൽ പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്നറിയോ? അങ്ങനെ ഒരു ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഒരു നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്താണ് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അതൊക്കെ, പക്ഷേ അതിനവർ പറയുന്ന റീസണ്, കാര്യങ്ങൾ, ലോജിക്കാണ് അവിടെ ഏറ്റവും അൺകൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഈ ഒരു പറയുന്ന സ്റ്റോറി എന്താണ്, എന്തിനാണ് ഈ പോലീസുകാർ ഇമാതിരി കള്ളത്തരം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ അബദ്ധത്തിൽ ഒരാളെ തട്ടി, കൊലപാതകം ചെയ്തു, കസ്റ്റഡി മരണം, അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ റോബറി കഥ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, പോലീസുകാർ ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അവർ തീമല്ല, മറിച്ച് അത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന രീതി ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത് നടക്കാത്തൊരു സംഭവം ചുമ്മാ വെറുതെ കെട്ടിച്ചമയ്ക്കുന്ന പോലെ തോന്നി. അതെല്ലാം ശരി. അതിനും ശേഷം പിന്നെ നടക്കുന്നത് എന്താണ്? ഒരു വമ്പൻ ഫൈറ്റ് സീക്വൻസ് ആണ്. ഓക്കെ, ആരൊക്കെ തമ്മിൽ? ഷെയ്ൻ നിഗവും ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും തമ്മിലാണ്. ഒരു 5-8 പോലീസുകാരുണ്ട്. ഇവരെല്ലാം അടിച്ച് നിലം പരിശാക്കുകയാണ് പറഞ്ഞ ഷെയ്ൻ നിഗത്തിൻ്റെ കഥാപാത്രം. ആ ഒരു സംഗതി, ഫൈറ്റ് സീക്വൻസ്, അതിലൊരു ആംബിയൻസ് ഒന്നും ഒട്ടും കൺവിൻസിങ് ആയിട്ട്, ഒട്ടും വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിനെല്ലാം ശേഷം നല്ലൊരു ക്ലൈമാക്സിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംഭവം ചലച്ചിത്രം ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് മെസ്സേജ് കാര്യങ്ങളൊക്കെ പറയുക. ഈ പറഞ്ഞ പോലീസ്, അവരുടെ നല്ല പ്രവർത്തികൾ, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന കുറച്ച് ടീംസാണ് ഇവർ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കാനായിട്ട് ഈ ഒരു സിനിമയിലൂടെ ശ്രമിക്കുന്നത്. പക്ഷെ ആ ഒരു ആദ്യമേ തൊട്ട് ഈ ഒരു സിനിമ ശ്രദ്ധിച്ചവർക്കറിയാം, പടത്തിൻ്റെ ഒരു ട്രാക്ക് അങ്ങനെയല്ല. മൊത്തം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്കിൽ പോയിട്ട് അവസാനം ഒരു കൺവിൻസിങ് ആയിട്ടുള്ള നല്ലൊരു എൻഡിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് അവസാനം കൊണ്ടുപോയി ട്വിസ്റ്റ് ഇട്ടു. ട്വിസ്റ്റൊക്കെ ഇമ്മാതിരി ട്വിസ്റ്റ്. ഓക്കെ, കൂടെ നിന്നവർ തന്നെ വില്ലന്മാരാവുന്നൊരു സെറ്റപ്പ്. പക്ഷെ അതിന് പറയുന്ന കഥയാണെങ്കിലോ നമുക്ക് ഒട്ടും ലോജിക്കലി അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കഥ. ഇതാണ് ഈ ഒരു പടത്തിൻ്റെ അകത്ത് ബേസിക്കലി സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. അത് കുറേ കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. എന്താണെന്നറിയോ, ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ടോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ട് പടത്തിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ. എസ്പെഷ്യലി ആ ഒരു ഷമ്മി തിലകൻ്റെ ഒക്കെ ഒരു കഥാപാത്രത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. പുള്ളിക്ക് പെർഫെക്റ്റ് വില്ലനാണ്, നല്ലവനാണ് എന്ന് നമുക്ക് തോന്നും. ആദ്യമേ ഷെയ്ൻ നിഗത്തിന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോകുന്ന ഒരു സീനൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ പെർഫെക്റ്റ് ആളാണ്, ചിന്തിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറ്റിച്ച അവസാനം പെർഫെക്റ്റ് വില്ലനിലേക്ക് പുള്ളിയുടെ ഒരു ചേഞ്ച്, അമ്മാതിരി പരിപാടി, കുറേ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് ആ ഒരു ക്ലൈമാക്സ് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ പ്രശ്നം അതാണ്, ലോജിക്ക് എന്നുള്ളതിനേക്കാളും കൂടുതൽ മേക്ക് ബിലീഫ് എന്നുള്ള ഒരു പാർട്ടിലാണ് സംഭവം സെറ്റായി പോയത്. തെറ്റായി എന്ന് ഞാൻ പറയുമ്പോൾ, ആ ഒരു സാധനമേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളാം, നല്ല രീതിയിൽ മെർജായിട്ട് വന്നിട്ടുണ്ട്, ഒരു നല്ലൊരു ക്ലൈമാക്സിലേക്ക് എത്തി എന്നുള്ള ഫീലിംഗ് ഒരിടത്തും തോന്നില്ല. കാര്യം പറഞ്ഞാൽ ഷെയ്ൻ നിഗം അവസാനം വിജയിക്കുന്നുണ്ട്, അനീതിക്കെതിരെ ഈ പറഞ്ഞ നീതി വിജയിക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ മോറൽ എത്തിക്സ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു കഥയായിട്ട് നല്ല രീതിയിൽ മാച്ചായിട്ട് ഒരു പെർഫെക്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴല്ലേ നമുക്ക് അതിലൊരു ജോയ് കിട്ടുക. അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതിൻ്റെ അകത്ത് ആ ഒരു എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കഥ, അവർ എന്തിനാണ് കൊന്നിട്ടും മറയ്ക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്, അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് ഒരു മുഴച്ച് നിൽക്കുന്ന ഫീലിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിനൊപ്പം തന്നെ പിന്നീട് വരുന്ന അവരുടെ എക്സ്പ്രഷൻസ്, ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കും. പക്ഷേ പടം സെറ്റാണ് എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള അമ്മാതിരി പരിപാടികളൊന്നും പടത്തിൽ വന്നിട്ടില്ല. ഓക്കെ, പടം മൊത്തം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടോണിലാണ് വരുന്നത്, പോലീസ് കഥയൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു പോലീസ് രീതിയിൽ എൻഡ് ചെയ്യും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇമാതിരി കുറേ കഥകളൊക്കെ വന്നു. പക്ഷെ അതൊക്കെ നല്ല പെർഫെക്റ്റ്ലി അലൈനായിട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പടം ബെറ്ററായി പോകാനെ കുറച്ചും കൂടെ. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല. ഇതൊരുമാതിരി പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്ത് കൂട്ടുന്ന പോലെ ഒരു വേളയിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നി. ഇതാണ് ഈ പടത്തിൻ്റെ പ്രശ്നം. ചെറിയ തെറ്റല്ല,
ബട്ട് ലോജിക്കലി അതൊരു ക്ലൈമാക്സിൽ സെറ്റായിട്ടുള്ള ഒരു വർക്കായിട്ട് വന്നിട്ടില്ല. സോ ഇതൊക്കെയാണ് ആ ഒരു ക്ലൈമാക്സിൽ സംഭവിച്ചിട്ടുള്ളത്. പടത്തിൻ്റെ മൊത്തം നോക്കിയാലും ആകെ മൊത്തം വലിയ കുഴപ്പമില്ലാത്ത പടമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിൽ. പക്ഷെ ക്ലൈമാക്സിൽ വന്നിട്ട് ആ സ്റ്റേഷനിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ സംഭവം ഭയങ്കരമായിട്ട് വേരിയേഷൻ ആയിപ്പോയി. പടമായിട്ട് ഒട്ടും മാച്ചിങ് അല്ലാത്ത മറ്റൊരു സംഗതിയിലേക്ക് പോയി. പക്ഷേ നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുമില്ല ക്ലൈമാക്സിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അറ്റ്ലീസ്റ്റ് ട്വിസ്റ്റ് വമ്പനായിട്ട് വർക്കായിട്ടുള്ളവരുണ്ടായിരിക്കാം, ബട്ട് ആ ഒരു സംഗതി അങ്ങനെ രീതിയിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത്.